ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോകാൻ പോവാണ്. പെട്ടെന്നൊരു ധൃതി പിടിച്ചൊരു പോക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പോയിട്ട് പെട്ടെന്ന് തന്നെ വരേണ്ടി വന്നു. ഒറ്റ ദിവസം മാത്രമേ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ട്രെയിനിലാണ് ഇപ്രാവശ്യം പോകുന്നത്, കാർ എടുക്കുന്നില്ല. അപ്പോൾ വേണാട് എക്സ്പ്രസ്സിനായിരുന്നു ഞങ്ങൾ കയറാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് കയറാൻ പറ്റിയില്ല. പിന്നീട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് മെമ്മുവിലാണ് കയറിയത്. വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്. എനിക്ക് കാറിലോട്ടൊക്കെ പോയാൽ കുറച്ച് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മെമ്മുവിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾ ചെങ്ങന്നൂർ ഇറങ്ങി. എന്നിട്ട് ബസ് കയറി. 2 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. പത്തനാപുരത്താണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ അവിടം വരെ 2 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ ഒറ്റ ബസ് കിട്ടി കേട്ടോ ഞങ്ങൾക്ക്. ഭാഗ്യവശാൽ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ തന്നെ ഡയറക്റ്റ് ബസ് തന്നെ കിട്ടി. കാറിൽ വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ബോറടിച്ചപ്പോൾ പുറത്തുകൂടെയൊക്കെ പോയി. അപ്പോൾ അവിടെയുള്ള പ്ലാവിനെയും ചക്കയൊക്കെ കിടക്കുന്നുണ്ട്, നല്ല മൂത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. അമ്മച്ചി നല്ല ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. പിന്നെ ഈ പൂക്കൾ ആർക്കൊക്കെ അറിയാം, ഇതിനെ ഏപ്രിലിൽ മാത്രം വിരിയുന്ന പൂവെന്നൊക്കെയാണ് മമ്മി പറയണത്. മുട്ടപ്പൂ എന്നൊക്കെയാണ് പേരെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്നും കാണാനില്ല. എൻ്റെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പത്തനാപുരത്ത് വരുമ്പോഴാണ് ഞാൻ ഈ പൂ കാണാറ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്, അത്രേ ഉള്ളൂ. തിരിച്ച് ഞങ്ങൾ രാത്രി തന്നെ പോവാം. തിരിച്ച് വഞ്ചിനാട് എക്സ്പ്രസ്സിലാട്ടോ കയറിയത്. അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറ എത്തി. അവിടുത്തെ മെട്രോ സ്റ്റേഷനാണ് ഇച്ചിരി മുമ്പ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി വന്നു എന്ന് പറയാം. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് പിന്നെ പാഴ്സലാണ് മേടിച്ചത്. അവിടെ നല്ല തിരക്കായിരുന്നു. യാത്രയുടെ നല്ലൊരു ക്ഷീണമുണ്ട്, അതുകൊണ്ട് സൗണ്ട് അത്ര വലിയ ക്ലിയറൊന്നും അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റ, ബൈ ബൈ, സീ യു.